ഈ നേരത്തെ എന്നോട് പറഞ്ഞ എന്താണ് അവിയലോ? അല്ല, സാമ്പാർ. സാമ്പാർ, സീ ഫുഡ് സാമ്പാർ. അതൊരു പുതുമയായിട്ടൊരു സാധനം തോന്നി. അത് എന്താണ്? മിക്സ് സീ ഫുഡ് ആണ്. സർപ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന സാധനമൊക്കെ കുറെയൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ അത് ചെയ്തോ, ഞാൻ അവസാനം ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ മീനവിയലല്ല, സാമ്പാറാണ്. മീനവിയൽ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, സാമ്പാറാണ് നിങ്ങൾ തരാൻ പോകുന്നത്. അതാണ് സമുദ്ര സദ്യയിലെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഐറ്റം എന്ന് അവർ പറയുന്നത്. ഒരു പ്രത്യേകതരമായിട്ട് ഷെഫിന്റെ ക്രിയേഷൻ ആണ്, ഇന്നോവേറ്റീവ് കുസീൻ ആണ്. നമ്മുടെ ലിജു അല്ലെ, ലിനു കുമാറിന്റെ ഇന്നോവേറ്റീവ് കുസീനായിട്ട് നമുക്ക് സാമ്പാർ, സീ ഫുഡ് സാമ്പാർ, മിക്സ് സീ ഫുഡ് സാമ്പാർ. ഓക്കെ. കേൾക്കാനും പറയാനും ഒക്കെ എന്റെ വായിൽ വെള്ളം പറഞ്ഞു. ദൈവമേ, ഒന്ന് ഉണ്ടാക്കി തരിക. കാണാമോ? രഹസ്യമായിട്ട് കാണുന്നില്ല, ഞാൻ പോയിട്ട് വരാം. ഞങ്ങള് എന്തൊക്കെ ഇവിടെ ഇത് മനസ്സിലായി എനിക്ക്. പക്ഷെ ഓക്കെ, ഇതിനകത്ത് എന്തോ വെടിക്കെട്ടൊക്കെ ആക്കിയിട്ട് കുറെ ഇതൊരു വേറൊരു ടേസ്റ്റ് ആണ്, മണം വരുന്നത്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത് എന്താ? സീ ഫുഡ് ആഡ്. അപ്പൊ ഈ സീ ഫുഡ് ഏതൊക്കെയാ? പ്രോൺസ്, ട്യൂണ ഫിഷ്, ഞണ്ട്. ഓക്കെ, ഫ്രഷ് ഐറ്റം ആണ്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. അപ്പൊ ഒരു പോർഷൻ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 3 ഐറ്റംസ് ഉണ്ടാവും അല്ലെ? പോർഷനായിട്ട് നമ്മൾ ആക്ച്വലി സദ്യ ബേസ് ചെയ്താണ് ഉണ്ടാകുന്നത്. പോർഷനായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ അൺലിമിറ്റഡ് അല്ല, ചോറ്, സാമ്പാർ. അപ്പൊ ചോറ് നമ്മളിപ്പം സദ്യക്ക് നോർമൽ സദ്യക്ക് പരിപ്പില്ലേ, നമ്മൾ ഫസ്റ്റ് സാമ്പാർ. ഓക്കെ, സാമ്പാർ. ഓ, അതാണ് അതിന്റെ പദം അല്ലെ? ഓക്കെ. അപ്പം മനസ്സിലായല്ലോ, ഈ സമുദ്ര സദ്യയില് നമ്മൾ ആദ്യം ചോറിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സാമ്പാർ, അത് കഴിഞ്ഞ് നമുക്ക് സൈഡായിട്ട് മീനവിയൽ വരും, പിന്നെ അച്ചാറ്, 3 ടൈപ്പ് അച്ചാർ, കണവ, പിന്നെ ബൗളിനകത്ത് 2-3 വെറൈറ്റി ഫിഷ് കറി ഉണ്ട്. 3 ടൈപ്പ് ഫിഷ് കറി ഉണ്ട്. ഓക്കെ. ഫിഷ് വറുത്തുണ്ടോ? ഫിഷ് വറുത്തുണ്ട്. ഫിഷ് പെരട്ട് നമ്മൾ അയില ഫ്രൈ ചെയ്തിട്ട് മസാലയിൽ പെരട്ടിടുന്നുണ്ട്. അതുപോലെ നെയ്മീൻ തവ ഫ്രൈ ഉണ്ട്. നെയ്മീൻ തവ ഫ്രൈ ആണ്. ഓക്കെ. അപ്പൊ 26 ഫിഷ് ഐറ്റംസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അതിനപ്പോ വെജിറ്റബിൾസ് ഒന്നും ഇല്ല? വെജിറ്റബിൾസ് ഒന്നും. അപ്പൊ പൂർണ്ണമായിട്ട് ചോറും ഫിഷും ഉള്ള ഐറ്റംസ് മാത്രമാണ് ഈ സമുദ്ര സദ്യ എന്ന് നിങ്ങൾ പറയാമല്ലോ. കൊള്ളാം. 26 ഐറ്റം. റേറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ? 499 പാർസൽ അവൈലബിൾ ആണ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, സമുദ്ര സദ്യ പാർസൽ അവൈലബിൾ ആണ്. തിരുവനന്തപുരം വരെ എത്തില്ല, ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു പാർസൽ ചെയ്യും. തിരുവനന്തപുരത്ത് വന്നാൽ 20 മിനിറ്റ്. ഉച്ചയ്ക്കാണോ അത് രാത്രി? 11 സ്റ്റാർട്ട് ചെയ്യും. എത്ര മണി വരെ ഉണ്ട്? 3 മണി വരെ. 11 തൊട്ട് 3 മണി വരെ തിരുവനന്തപുരം നിവാസികളെ വന്ന് കഴിക്കാൻ പറ്റിയ നല്ല സാധനമാണ്. അതുകൊണ്ട് എന്റെ മുന്നേ ഇരുന്നതാണ് സാമ്പാർ പരിപാടി. അവർ രഹസ്യ കൂട്ടാണെന്നൊക്കെ പറഞ്ഞു, അത് മുഴുവൻ നമ്മളെ കാണിച്ചില്ല. പക്ഷെ കണ്ടപ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. നല്ല തിക്ക് ഗ്രേവി. നല്ല ഇതാണോ അത് മുളക് അല്ലേ? അപ്പൊ കൊള്ളാം. നല്ല വന്ന് ആസ്വദിക്കുക. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പക്ഷെ ചോറിനോട് മാത്രമേ കൂടാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇച്ചിരി ചോറ് തരിക.
ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനകത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ചൂടാറുന്ന നമുക്ക് കഴിച്ചാൽ കൊള്ളാം. അപ്പോൾ നമ്മുടെ ആദ്യം നമുക്ക് തന്ന ഡിഷിൻ്റെ പേര് കല്ലുമ്മക്കായ് റോസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ സാമ്പാർ, സീ ഫുഡ് സാമ്പാർ, നമ്മുടെ പപ്പടം, 2 പൊറോട്ട, കുറച്ച് ചോറ്. ഞങ്ങളെ വിശന്ന് വന്നതാണ്. പക്ഷേ ഷെഫ് അങ്ങനെ ട്രയൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 2-3 ജ്യൂസുമായിട്ട് ഞങ്ങൾ ഇത്രയും നേരം പിടിച്ചിരുന്നു ഈ ഭക്ഷണം കഴിക്കാനായിട്ട്. എൻ്റെയും എൻ്റെ സഹയാത്രികനും കണ്ടപ്പോൾ വളരെ ആനന്ദകരമായിട്ട് തോന്നും, നല്ല സ്വാദിഷ്ടമായിട്ട് തോന്നും. ഞാൻ കണ്ടു ഷെഫ് ഉണ്ടാക്കി കാണിച്ച സാധനമാണ്. ഇനി കഴിച്ചിട്ട് ഞാൻ കഴിക്കണം. പക്ഷെ എനിക്ക് കഴിക്കുന്നതിന് മുമ്പ് തന്നെ വയറ് നിറഞ്ഞു. സത്യമായിട്ട് നല്ലൊരു ഷെഫിൻ്റെ കൂടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ പഠിച്ചതിന് വളരെ നന്ദി. മാനേജ്മെൻറ്റിനും ഇവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഓണം ആദ്യമേ ഞാൻ ആശംസിക്കുന്നു. അടിച്ചു പൊളിക്കുക. ഞങ്ങളുടെ സമുദ്ര സദ്യ അടിപൊളിയായിട്ട് വരട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് മറക്കണ്ട, അച്ചായൻ കുക്കിംഗ് ചാൻസ്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനിയുള്ള എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുക. ബൈ ബൈ.